അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 28 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും തന്നെ നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ. ആമീൻ. ഓക്കെ, നമുക്ക് 29ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബികും ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന നാരൻ അഹാത ബിഹിം സുറാദിഖുഹാ وإن يستغيثوا يغاثوا بماء كالمحل يشوي الوجوه بئس الشراب وساءت مرتفقا. 29ാമത്തെ ആയത്ത് നമുക്ക് തജ്വീദ് നിയമം ഒന്ന് പറഞ്ഞു നോക്കാം. വഖൂലിൽ ഹഖ്ഖു. വഖൂലിൽ ഹഖ്ഖു. ഖാഫിൻ്റെ മുകളിൽ ശബ്ദമുണ്ട്. ഖാഫിനെ എന്ത് ചെയ്യുക? ഒന്ന് കനപ്പി ചോദി കൊടുക്കുക കേട്ടോ. ഹഖ്ഖു. ഖാഫ് നാവിൻ്റെ മുരട് ഭാഗത്തു നിന്നാണ് വരുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. മിർ റബ്ബിക്കും. മിർ റബ്ബിക്കും. നൂനിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം റോ ആണ്. സക്കിനായ നൂനിന് ശേഷം വന്ന അക്ഷരം റോ ആണ്. റോ, ലാമ് എന്നിവ നൂനിനോ തെൻവീനോ, സക്കിനായ നൂനിനോ തെൻവീനോ ശേഷം ലാമ് റോ എന്നീ 2 ലെറ്റേഴ്സ് വന്നാൽ കൂട്ടിച്ചേർത്ത് ഓതണം. പക്ഷെ മണിക്കാൻ പാടില്ല. മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. ഇവിടെ നമ്മൾ ഒരു നിയമവും പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ നിയമത്തിന് പറയുക? ഇദ്ഗാം ബിലാ ഉന്ന. ഇദ്ഗാം ചെയ്യാറുന്ന കൂട്ടിച്ചേർത്ത് ഓതുക. ബിലാ ഉന്ന മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ. റബ്ബിക്കും ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. നിർത്തുകയാണെങ്കിൽ നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. കൂട്ടിച്ചേർത്ത് ഓതി പോകുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, കൂട്ടിച്ചേർത്ത് ഓതുമ്പം എങ്ങനെ ഓതും? റബ്ബിക്കും ഫമൻ ശാഅ. അങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതി പോവുക കേട്ടോ. ഫമൻ, നൂൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ? ഇവിടെ ഇഖ്ഫ ചെയ്യണം, മറച്ച് മണിച്ച് ഓതണം. ഫമൻ എന്ന് പറയാൻ പറ്റില്ല. ഫമൻ ഒറ്റ പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. ഇവിടെ വന്ന നിയമത്തിന്റെ പേരെന്താ? മദ് മുത്തസിൽ. ഇവിടെ നമ്മൾ മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ 4 or 5 ഹറക്കത്ത് നീട്ടി ഓതണം കേട്ടോ. ഫൽയു. ഫൽയു. ഇവിടെ ഹംസ വാവിൻ്റെ മുകളിലായിക്കൊണ്ട് ഹംസ വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഹംസ പല ലെറ്റേഴ്സിൻ്റെയും മുകളിൽ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഹംസേനെ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, യു ഹംസക്ക് സുക്കൂനാണ്. യു മിൻ എന്ന് ഓതരുത്. യു മിൻ. യു മിൻ. ഓക്കെ, യു മിൻ വ. സക്കിനായ നൂനിന് ശേഷം വാവ് വന്നു. വാവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഓക്കെ, മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുന്നതിനൊരു പേര് പറയുമല്ലോ. ഇദ്ഗാം ബിഅന്ന. ഓക്കെ, ഇദ്ഗാം ബിഅന്ന ചെയ്യണം. മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. വമൻ ശാഅ. ഇവിടെ വമൻ, ഇവിടെ എന്താണ്? ഇഖ്ഫ ആണ്. വമൻ എന്ന് പറയാൻ കഴിയില്ല. എന്ത് ചെയ്യണം? മറച്ചു മണിച്ച് ഇഖ്ഫ ചെയ്ത് ഓതണം. വമൻ വമൻ ശാഅ. ഇവിടെ മദ് മുത്തസിലാണ് അല്ലേ? മുകളിൽ പറഞ്ഞതുപോലെ മദ് മുത്തസിൽ 4 or 5 ഹറക്കത്ത് നീട്ടി ഓതുക കേട്ടോ. ഫൽയക്ഫുർ. ഫൽയക്ഫുർ. ഇവിടെ ഫൽ യക്. ഇവിടെയൊക്കെ ഹാഫ് സുക്കൂന കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, യക്. ഫൽയക്ഫുർ. ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. നിർത്തണമെങ്കിൽ നിർത്താം, ഇല്ലേ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. ഓക്കെ, ഫൽയക്ഫുർ. നൂന് എന്ത് ചെയ്യാം? ഇവിടെ മദ്ദിന് ശേഷം ഹംസ വന്നു അല്ലെ? മദ്ദിന് ശേഷം മറ്റൊരു പദത്തിൽ ഹംസ വന്നു അല്ലേ? അപ്പം നമ്മളിവിടെ ഏതാ നിയമം? മദ് മുൻഫസിലാണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നൂൻ്റെ മുകളിൽ ശബ്ദയും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് മണിച്ച് നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. മണിക്കുകയും ചെയ്യണം. ഓക്കെ,
2 മുതൽ 4 അനക്കം വരെ നീട്ടി ഓതാവുന്നതാണ്. ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഇവിടെയോ ദാലിന് സുക്കൂന് കൊടുക്കുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കണം. കാരണം എന്താ, ദാല് അൽക്കലയുടെ ലെറ്റർ ആണ്. ഓക്കെ, ലോ ഉണ്ട്, ലോന്റെ മുകളിൽ ശ്രദ്ധയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ലോയിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. മാത്രമല്ല ലോയിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, അപ്പോൾ 2 അനക്കം നീട്ടുകയും വേണം. ലില്ലോലിമീന. ഓക്കെ, ലില്ലോലിമീന 2 അനക്കം നീട്ടി ഓതി കൊടുക്കുക. സാധാരണ മദ്ദാണ്. ലില്ലോലിമീന നാറൻ, നാറൻ, ലില്ലോലിമീന നാറൻ. 2 ഫത്ഹ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കിയിട്ട് നാറൻ എന്ന് ഓതണം കേട്ടോ. ലില്ലോലിമീന നാറൻ എന്ന് വ്യക്തമായിട്ട് ഓതി കൊടുക്കുക. ഇൽഹാറാണ്. അഹാത്ത ബിഹിം, ഇനി ഉയർത്തി പറയണം കേട്ടോ. അഹാത്ത ബിഹിം, ബിഹിം, ഹിം ഇവിടെ വ്യക്തമാക്കി ഓതുക കേട്ടോ. മീമിന് സുക്കൂന്. സൂറാദിഖുഹ, സൂറാദിഖുഹ ഇവിടെയൊക്കെ സാധാരണ മദ്ദാണ്. 2 അനക്കം നീട്ടുക കേട്ടോ. അതുപോലെ നമ്മളിവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. നിർത്തുകയാണെങ്കിലും 2 അനക്കം നീട്ടി ഓതി നിർത്താം. ഓക്കെ. നൂനിന് ശേഷം, സക്കിനായ നൂനിന് ശേഷം യാ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചതാണ്, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം അല്ലേ. ഇത് ബ്യൊന്ന ചെയ്യണം, ഇത് ബ്യൊന്ന. ഓക്കെ, ഓർമ്മ വേണം കേട്ടോ എപ്പോഴും ഓതുമ്പോൾ. റൈനാണ്, റൈൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്, 2 അനക്കം നീട്ടി കൊടുക്കുക. സൻ്റെ കൂടെ ഓ മദ്ദും വന്നിട്ടുണ്ട്, അവിടെയും സാധാരണ മദ്ദായ മദ് അസ്ലിയാണ്, 2 അനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. അലിഫ് മദ്ദും വ മദ്ദും വന്നിട്ടുണ്ട്. ഇവിടെ മദ് മുത്തസിലാണ് അല്ലെ. ഒറ്റ പദത്തിൽ മദ്ദിന് ശേഷം എന്ത് വന്നു, ഹംസ വന്നു, മദ് മുത്തസിൽ. ഓക്കെ, അപ്പൊ ഇവിടെ 4 5 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കണേ. ഇൻ എന്ന് ഓതാൻ കഴിയില്ല, ഇവിടെ ഇഖ്ഫ ചെയ്യണം, മറച്ചു മണിച്ച് ഇൻ എന്ന് ഓതാതെ ഓക്കെ എന്നിങ്ങനെ ഓതുക കേട്ടോ. കൽമുഹ്ലി, കൽമുഹ്ലി, മുഹ് ഹാഫ് സുക്കൂനാണ്, ഹാഇന് ഹാഫ് സുക്കൂന് കൊടുക്കുക. മുഹ്ലി എന്ന് ഓതുക കേട്ടോ. യശ്വിൽ വുജൂഹ്, യഷ് ഷീന് സുക്കൂന് കൊടുക്കുമ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കുക. യഷ്, യശ്വിൽ, യശ്വി എന്ന് പറയുമ്പോൾ ഇവിടെ നീട്ടാനുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ മദ്ദുണ്ട്, പക്ഷെ ഇവിടെ നീട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ പിന്നെ യാന് ശേഷം വന്നിട്ടുള്ളത് ഹംസത്തുൽ വസിൽ. ഹംസത്തുൽ വസിലിന് മുന്നേ പിന്നെ മദ്ദക്ഷരങ്ങൾ വന്നാൽ അവിടെ എന്ത് ചെയ്യില്ല, നീട്ടില്ല, കൂട്ടി ചേർത്ത് ഓതിപ്പോവും, അവിടെ നീട്ടാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ഓതും, യശ്വിൽ വുജൂഹ്. നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുകയും ചെയ്യാം. വുജൂഹ ബിഅ്സ ശറാബു എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുകയും ചെയ്യാം കേട്ടോ. ബിഅ്സ ഇവിടെ ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ബിഅ്സ എന്ന് ഓതരുത്, ബിഅ്സ. ഓക്കെ, ബിഅ്സ ശറാബു വസഅത്. ശറാബു ഷീനിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. ഷീനിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കുക. ഷറാബു ഇവിടെ സാധാരണ മദ്ദുണ്ട്, ഒന്ന് നീട്ടി കൊടുക്കുക കേട്ടോ. 2 അനക്കം. ഷറാബു വസഅത്, വസഅത് മദ് മുത്തസിലാണ്. ഒറ്റപ്പദത്തിൽ മദ്ദിന് ശേഷം ഹംസ വന്നു, 4 5 അനക്കം നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. വസഅത് പറയുമ്പം കാറ്റ് പോകുന്ന രൂപത്തിൽ വേണം പറയാനായിട്ട്. ത് എന്ന് ഉച്ചരിക്കരുത്, ത് ത്. ഓക്കെ, വസഅത് മുർതഫഖ, മുർതഫഖ. ഖാഫിന് നിർത്തിയത് എങ്ങനെയാണ്, 2 അനക്കം നീട്ടി നിർത്തണം കേട്ടോ. അലിഫ് മദ്ദിലാണ് നിർത്തിയിട്ടുള്ളത്, അപ്പോൾ 2 അനക്കം നീട്ടി ഓതി നിർത്തുക. ഓക്കെ, 30ാമത്തെ ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല.
ഓക്കെ, ഒന്ന് തജ്വീദ് നിയമം ഒന്ന് പറയാം. ഇന്ന നമ്മൾ പഠിച്ചതാണ് അല്ലേ. നൂനിൻ്റെ മുകളിലും മീമിൻ്റെ മുകളിലും ശബ്ദം വന്നാൽ നന്നായിട്ട് മണിച്ചു കൊടുക്കണം അല്ലേ. ഇന്നല്ലദീന. ലാമിനെ ഒന്ന് കനപ്പിക്കണം. ലാമിന് എന്തുണ്ട്? ശ്രദ്ധയുണ്ട് കേട്ടോ. ഇന്നല്ലദീന ആമനു. ഇവിടെയൊക്കെ സാധാരണ മദ്ദാണ് വന്നിട്ടുള്ളത്. രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ആമനു വഅമിലു സ്വാലിഹാത്തി. വഅമിലു വാവിൻ്റെ ഉച്ചാരണം എപ്പോഴും ഓർമ്മ വേണേ. ചുണ്ടിനെ സർക്കിളാക്കി പറയാം കേട്ടോ. വഅമിലു സ്വാലിഹാത്തി. ഇവിടെ നീട്ടാനുള്ള മദ്ദുണ്ട്, പക്ഷെ അതിന് ശേഷം വന്നിരിക്കുന്നത് ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചു ഹംസത്തുൽ വസ്ലിൻ്റെ മുന്നേ നീട്ടാനുള്ള മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല, പകരം കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എങ്ങനെ ഓതും? വഅമിലു സ്വാലിഹാത്തി. സ്വാദിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കുക, രണ്ടനക്കം നീട്ടുകയും ചെയ്യുക കേട്ടോ. ശ്രദ്ധയുണ്ട്. സ്വാലിഹാത്തി ഇന്ന. നൂനിന് ശ്രദ്ധയുണ്ട്, രണ്ടനക്കം നീട്ടുകയും ചെയ്യാം, മദ്ദും ഉണ്ട് കൂടെ. ഇന്ന. ഓക്കെ, നന്നായിട്ട് മണിക്കുക, രണ്ടനക്കം നീട്ടുകയും ചെയ്യാം. ലാ നുദീഉ. ലാ നുദീ. ഉദ്ദാദാണ്. ഉദ്ദാദിൻ്റെ കൂടെ യാ മദ്ദും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. നുദീഉ നുദീഉ അജ്റ. ജീമിന് സുക്കൂന് വന്നാൽ എന്നിങ്ങനെയാണോ ഓതേണ്ടത്? ഫുൾ സുക്കൂന് കൊടുക്കണം. അൽക്കലയുടെ ലെറ്റർ അല്ലേ ജീമ്? യെസ്. അജ്റ അജ്റ മൻ. മൻ നൂനിനെ ഇവിടെ വ്യക്തമാക്കുക കേട്ടോ. മൻ ഇൽഹാർ ചെയ്യുക. നൂനിൻ്റെ മുകളിൽ സുക്കൂന് കണ്ടാൽ അവിടെ വ്യക്തമായിട്ട് ഓതുക, ഇൽഹാർ ചെയ്യുക കേട്ടോ. അജ്റ മൻ അഹ്സന അമല. ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. അഹ്സന അമല. അമല നിർത്തുന്നത് അവസാനം അലിഫ് മദ്ദിലാണ്. അലിഫ് മദ്ദിലാണ് നമ്മൾ അവസാനം നിർത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? രണ്ടനക്കം നീട്ടി ഓതി നിർത്തുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.